ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണിത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാവും. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിരുന്നാലേ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ ഒരു പാത്രത്തിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി 1 സ്പൂൺ അളവിൽ നെയ്യും 1 സ്പൂൺ അളവിൽ ഓയിലും ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്ക്ക് പകരം ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ 1 സ്പൂൺ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മുട്ടയും ഉപ്പും എണ്ണയും ഓയിലും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ഈ വീഡിയോസിന് വേണ്ടി ഒരു ലൈക്കും ചെയ്തേക്കണേ. ഇപ്പോൾ ദാ നമ്മുടെ മുട്ട മിക്സ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൈദാമാവാണ്. 250 ഗ്രാം കപ്പിന്റെ അളവിൽ 2.5 കപ്പ് മൈദാമാവാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മൈദാമാവിൽ തന്നെ ചെയ്തെടുക്കണം എന്നൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ ആട്ടാമാവിലും ചെയ്തെടുക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് മൈദാമാവിൽ ചെയ്തെടുക്കുമ്പോഴാണ്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 2.5 കപ്പ് മൈദാമാവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ മുട്ടയും മൈദാമാവും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത്രയും ആവശ്യമില്ല, ആദ്യം നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ഒഴിച്ചെടുത്താൽ മതി. ഇപ്പൊ ഞാനിതിൽ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന അതേപോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേ വെച്ചിട്ട് തന്നെയാണ് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ പരന്ന ഒരു വലിയ പാത്രത്തിലോ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഈ മാവ് നന്നായിട്ട് കുഴച്ച് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. എത്രത്തോളം കുഴയ്ക്കാമോ അത്രയും നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി ഈ മാവ് കട്ട് ചെയ്തെടുത്തുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അതിനായി ഞാൻ ഇവിടെ ഒരു ബോർഡ് എടുത്തു വെച്ചുകൊണ്ട് അതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഈ മാവ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ മാവ് ആദ്യം 2ആയി കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു വലിപ്പത്തിൽ എല്ലാ മാവും കട്ട് ചെയ്തിട്ട് ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാനിവിടെ മുഴുവൻ മാവിലും ഇതേപോലെ തന്നെ ഈ ഒരു വലിപ്പത്തിൽ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു ബോൾസ് എടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു മാവ് എത്രത്തോളം പരത്താൻ പറ്റുന്നോ അത്രയും നന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എത്ര പരത്തിയെടുത്താലും മൈദാമാവ് ആയതുകൊണ്ട് നമ്മൾ കയ്യിൽ ഇതുപോലെ എടുത്ത് വയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് വലിഞ്ഞ് വലുതായിട്ട് വരും. അത് കുഴപ്പമില്ല. ഇതിന് കറക്റ്റ് ഷേപ്പും ആകൃതിയും ഒന്നും വേണമെന്നില്ല. മാവ് നല്ല പോലെ പരത്തിയെടുത്താൽ മതി. ഇപ്പൊ ദാ ഈ ഒരു മാവ് നല്ല പോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാ മാവും ഞാൻ പരത്തി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റവിലേക്ക് ഒരു കടായി വെച്ചുകൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കണം. പരത്തിയെടുത്ത മാവ് ഇനി ഇതിലേക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 30 സെക്കൻഡ് ഈ വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മളിത് ഊറ്റിയെടുക്കാൻ. ഇനി ഈ വെള്ളത്തിൽ നിന്നും ഇതെടുത്ത് മാറ്റാം. ഇതിൽ നിന്നും നേരെ എടുത്ത് പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ മാവ് തിളപ്പിച്ചതിന് ശേഷം ഉടനെ തന്നെ ഈ ഒരു പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ പച്ചവെള്ളത്തിൽ ഒരു 2-3 മിനിറ്റ് ഈ മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെടുത്ത് പിഴിഞ്ഞ് മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാ മാവും ചെയ്തെടുത്ത് മാറ്റി വെച്ചേക്കണം. എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് നെയ്യ് ഒരുക്കിയതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ട്. ആ നെയ്യ് ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റിൽ നല്ലപോലെ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്നും ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ഈ മാവ് ഈ പാത്രത്തിലൊന്ന് കറക്റ്റാക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് നെയ്യ് ഒന്നുകൂടി പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇത് ഒരു മാവ് വെച്ച് കൊടുക്കുക, അതിന് മുകളിലേക്ക് കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കണം. ചീസ് ഇട്ട് കൊടുക്കണമെന്നുള്ളവർക്ക് ചീസും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് അടുക്കി വെച്ച് കൊടുക്കാം. ചീസ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. വീണ്ടും അടുത്ത മാവ് വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ചുകൂടി നെയ്യൊന്ന് പുരട്ടി കൊടുക്കണം. ഇതേപോലെ തന്നെ എല്ലാ മാവിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് വേവിച്ചെടുക്കാനായിട്ട് ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഈ കടായി മൊത്തത്തിലൊന്ന് നെയ്യ് പുരട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഈ മാവൊന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ സ്നാക്സിൻ്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി ഒരു 5 മിനിറ്റ് ഈ സൈഡും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സ് വെന്ത് കിട്ടുന്നതിനുള്ള സമയമായി. ഇനി നമുക്കിതൊന്ന് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി റെഡി ആയിട്ടുണ്ട്.
ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. മയോണൈസിൻ്റെ കൂടെയോ ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.